ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. എന്താണ് വിശേഷം? സുഖമല്ലേ? ഇന്നിവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലായിട്ടുള്ളൊരു മസാല ദോശയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ മാവൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മസാല റെഡിയാക്കാൻ കുറച്ച് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ കിഴങ്ങും ക്യാരറ്റും ചേർത്ത് ഞാൻ കുക്കറിൽ അടിച്ചെടുത്തു. ഇനി ചട്നിക്കുള്ള റെഡിയാക്കലാണ് കേട്ടോ. ചട്നിയൊക്കെ അരച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക്, അതുപോലെ വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ചട്നി ഞാൻ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. എന്താണ് നിങ്ങളെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. കണ്ടോ, നമ്മുടെ മസാല എപ്പോഴത്തേനും റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് താളിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉഴുന്ന് ചേർത്ത് ഞാൻ അതിലേക്ക് കുറച്ച് കടുക് കൂടി ചേർത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് മാറ്റിയ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇടുക. ചെറുതായിട്ട് അരിഞ്ഞ സവോളയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. വേണമെങ്കിൽ ഒരു തക്കാളി ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി അതിലേക്ക് ചേർത്ത് നമ്മൾ വേവിച്ച് മാറ്റിയിട്ടുള്ള മസാല കൂടി ചേർത്ത് കുറച്ച് മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല സെറ്റ്. ഇനി നമുക്ക് ദോശ ചുടാം കേട്ടോ. കണ്ട, ദോശമാവ് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് ചൂടായ ചട്ടിയിൽ വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നന്നായിട്ട് പരത്തി കൊടുക്കുക. ചെറുതായിട്ട് നല്ല നെയ്സായിട്ട് അങ്ങ് പരത്തണം കേട്ടോ. കട്ടി കുറഞ്ഞ് പരത്തിയിട്ടുണ്ടെങ്കിൽ ദോശ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, അതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് ചേർത്തി കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ സെറ്റായിട്ടുണ്ട്. അങ്ങനെ മസാലയൊക്കെ വെച്ച് അതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, അങ്ങനെ നമ്മുടെ മസാല ദോശ സെറ്റായിട്ടുണ്ട്. അതങ്ങ് മടക്കി അങ്ങ് റെഡിയാക്കി അങ്ങ് വയ്ക്കുക. ഓക്കേ, അങ്ങനെ മടക്കിയെടുത്താൽ മക്കളെ നമ്മുടെ മസാല ദോശ സെറ്റ്. അങ്ങനെ ചട്നിയൊക്കെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കലക്കാം. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.